ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ്. മുടി നല്ല കട്ടിയിൽ തഴച്ച് നല്ല നീളത്തിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് പറയുന്നത്. അതേപോലെ തന്നെ മുടിക്ക് നല്ല കളറ് കിട്ടാൻ, നല്ല കറുത്ത മുടി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ആദ്യം വേണ്ടുന്നത് കറിവേപ്പിലയാണ്. ഒരു നല്ല കൈപ്പിടി അളവിൽ കറിവേപ്പില വേണം. അതോടൊപ്പം തന്നെ വേണ്ടുന്നത് ചെമ്പരത്തിയുടെ ഇല. ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കറിവേപ്പിലയും ചെമ്പരത്തിയുടെ ഇലയും ഏകദേശം സമാസമം, അതായത് ഒരു കൈപ്പിടി അളവിലെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനി ഇത് അരച്ച് പേസ്റ്റാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല തേയിലവെള്ളം ഉപയോഗിക്കാം. തേയിലവെള്ളം നല്ല കട്ടിയിൽ ഉണ്ടാക്കുന്ന തേയിലവെള്ളമായിരിക്കും ഇതിന് നല്ലത്. നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് മുടിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് തേയിലവെള്ളം ഉപയോഗിക്കാറുണ്ട്. തേയിലവെള്ളം എന്ന് ഞാൻ പറയുന്നത് കട്ടൻ ചായയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല കടുപ്പത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുടിക്ക് നല്ല കളറ് കിട്ടാനും നല്ല ഒരു കരുത്ത് കിട്ടാനും ഒക്കെ സഹായിക്കും. അത് നിങ്ങളൊരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച് എടുക്കുക. അപ്പോൾ ഈ 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിക്കുള്ള ഒരു കട്ടൻ ചായ കിട്ടും. അതായത് നല്ല കടുപ്പമുള്ള കട്ടൻ ചായ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് അരിച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കറിവേപ്പിലയും ചെമ്പരത്തി ഇലയും നന്നായിട്ട് അരച്ചെടുക്കുക. അത് അരച്ചെടുക്കാൻ ഈ വെള്ളം മുഴുവനും, അര ഗ്ലാസ് വെള്ളം മുഴുവനും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം ഏറ്റവും നല്ലത് ഇതൊന്ന് അരിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതല്പം നല്ല സ്ലൈമി ആയിട്ട് നല്ല കുഴകുഴാന്നിരിക്കും. കാരണം ചെമ്പരത്തിയില അരച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും വരുന്നത്, ജെല്ല് പോലെ ആയിരിക്കും വരുന്നത്. ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം നമ്മളുടെ തലയിൽ തേച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ചെമ്പരത്തിയുടെ ഇല നമ്മൾ കല്ലിലൊക്കെ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വരും. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കൂടുതലൊരു ചെറിയൊരു തരി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് മുടിയിൽ നിന്നും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അരിച്ചെടുക്കണമെന്നുള്ളത്. നിങ്ങൾ കുറച്ച് നേരം ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ട് മുടി കഴുകിയാൽ മുടിയിലുണ്ടാകുന്ന ചെറിയ പൊടികൾ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അരിച്ചാണോ എടുക്കുന്നത് അരിക്കാതെയാണോ എടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുള്ളത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. വൈറ്റമിൻ ഇയുടെ ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മുടി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മുടിയുടെ ഗ്രോത്തിനും കട്ടിക്കും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ. ഇത് നിങ്ങൾക്ക് ഓയിലായിട്ട് ബോട്ടിലിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ചെറിയ ക്യാപ്സ്യൂളായിട്ട് പച്ച കളറിൽ ക്യാപ്സ്യൂളായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ ക്യാപ്സ്യൂളായിട്ട് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒരു 2 ക്യാപ്സ്യൂള്, ഓയിലായിട്ട് ബോട്ടിൽ മേടിക്കുന്നതാണെങ്കിൽ ഒരു 1/4 മുതൽ അര ടീസ്പൂണിനുള്ളിൽ നമുക്കിതിലേക്ക് ഒരു പ്രാവശ്യത്തെ യൂസിനുള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കാൽപ്പിലും അതേപോലെ തന്നെ, അതായത് തലയോട്ടിയിലും മുടിയിലുമൊക്കെ നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു മാക്സിമം 1 മണിക്കൂർ നിങ്ങൾക്ക് തലയിൽ പാക്ക് വെക്കാം. അത് നിങ്ങൾക്ക് തണുപ്പിനനുസരിച്ച്, അതായത് സൈനസൈറ്റിസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ തലവേദന അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ ഒരുപാട് നേരം വെക്കേണ്ട. ഇതിന് അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട് ഈ ഒരു പാക്കിന്. അത് വെച്ചതിന് ശേഷം നല്ലൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് തലമുടി നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 വട്ടം അല്ലെങ്കിൽ മാക്സിമം 3 വട്ടം യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടും. മുടി നല്ല സിൽക്കി ആവാനും നന്നായിട്ട് വളരാനും കട്ടി കൂടാനും അതുപോലെ തന്നെ നല്ല കറുത്ത നിറം കിട്ടാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. പണ്ട് മുതലേ ആളുകൾ യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പാക്കാണ്. കാരണം ചെമ്പരത്തിയിൽ മുടി നന്നായിട്ട് ക്ലീൻ ആകാനും അതേപോലെ തന്നെ മുടി വളരാനൊക്കെ ഉള്ളത്, എണ്ണ കാച്ചാനൊക്കെ നമ്മൾ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കറിവേപ്പില അതുപോലെ മുടിക്ക് നല്ല കട്ടി കറുപ്പ് കിട്ടാൻ സഹായിക്കും, മുടി വളരാൻ സഹായിക്കും. അപ്പോൾ ഇതെന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്